ഒരുത്തം നേരെ എസ് പിയുടെ കോളറിലെ കയറി പിടിച്ചു. എസ് പി ഒന്നും ആലോചിക്കാൻ പോയില്ല. ഗവൺമെൻറ് ഇതിൽ നിന്ന് പൗച്ചിൽ നിന്ന് ലോഡഡ് റിവോൾവർ എടുത്ത് പോയിന്റ് ബ്ലാങ്കിൽ ഫയർ ചെയ്തു. അവിടെ മരിച്ചു വീണു. അപ്പം പുറത്തേക്ക് അടി അപ്പുറത്തേക്ക്. അവിടെ നിന്നിരുന്നൊരു ഡ്രൈവർ ഒരു പോലീസുകാരനാണ് വെച്ച് കൊടുത്തൊരു വെട്ട്. പോലീസുകാരൻ്റെ കൈ ഇങ്ങനെ തൂങ്ങി. രാവിലെ 8 മണിക്ക് സാട്ട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് കേരള പോലീസ്. അത് നിർത്തിയാൽ 50% നേരെയാവും. ആക്ഷൻ ഹീറോ ബിജിൽ കേൾക്കാം, അത് സംസാരിക്കാൻ കേട്ടില്ലേ. ശരിക്കും കേരള പോലീസിൻ്റെ ശരിയായ പ്രശ്നം എന്താണെന്ന്. കാര്യം ഇതൊക്കെ മാനസിക സമ്മർദ്ദം വന്നിട്ട് ആത്മഹത്യകൾ 10-500 കണ്ടായി ഇപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഒരു ജോലി എന്ന അർത്ഥത്തിൽ മാത്രമാണ് കേരള പോലീസിൽ ഇപ്പോൾ പോകുന്നത്. ഒരു ജോലി, 1-ാം തീയതി ശമ്പളം കിട്ടുന്ന എത്രയോ പേര് VRS എഴുതി കൊടുത്തിരിക്കുന്നു. സാർ, ഈ കുറ്റാന്വേഷണത്തിൻ്റെ ഭാഗമാണ് പോലീസ് റെയ്ഡുകൾ. അപ്പോൾ ഈ റെയ്ഡുകൾക്കായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും സാറിന് ഈ 30 വർഷത്തെ ഈ സർവീസിൽ ഉണ്ടായിട്ടുണ്ട്. റെയ്ഡ് പണ്ടൊക്കെ പോലീസ് റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകുന്നത് ഒരു ഭീകരാവസ്ഥ ഉണ്ടാക്കലാണ്. അതായത് ഒരു പ്രദേശത്ത് ഒരു വലിയൊരു ചേരിതിരിഞ്ഞ് വലിയൊരു സംഘർഷം ഉണ്ടായി. അതിലൊക്കെയാണ് ഈ ഭയങ്കരമായിട്ടുള്ള റെയ്ഡ് വരിക. അപ്പോൾ പ്രതികളായിട്ട് സംശയിക്കുന്ന ആളുകളുടെ വീടുകളിൽ എന്തായാലും പോലീസ് പോകണം. പോയില്ലെങ്കിൽ മറ്റവർ ഇവിടെ വന്നിട്ട് അത് വലിയ വിഷയം ഉണ്ടാക്കും. അപ്പോൾ വീടുകളിൽ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ഒരുപാട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷൗട്ട് ചെയ്ത് ഒരുപാട് ബഹളം ഉണ്ടാക്കി. അവിടെ പുറത്ത് വെച്ച് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തല്ലി പൊളിച്ച്, അവിടെ വല്ല സൈക്കിളോ സാധനങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് കിണറണിയോ കിണറ്റിലൊക്കെ എടുത്തിട്ട് 24 മണിക്കൂറിനകത്ത് നിങ്ങളുടെ മോനെ ഇവിടെ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതല്ല അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ലത്തി കൊണ്ടൊക്കെ അടിച്ച് അങ്ങനെ ഒരു പേടിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു. അത് ഒരുപാട് എന്താ പറയുക മാപ്പർഹിക്കാത്തൊരു ഇതാണ്. കാരണം ആ വീട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ടാവും. പ്രായമുള്ള ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും. അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന അതൊരു നൈറ്റ്മെയർ പോലെ ഉണ്ടായിട്ട് ആ മനസ്സിലുണ്ടാവണമെന്നും ഒരിക്കലും ആ കാക്കിയോടുള്ള ദേഷ്യം അവർക്ക് പോവുന്നില്ല ഒരിക്കലും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറേ കേസുകൾ പിടികിട്ടാത്ത ഒരാൾ, അതിൽ കുറേ ആദ്യം അബ്കാരി കേസുകളാണ്. പക്ഷെ അവർ വെല്ലുവിളിച്ചിട്ട് പിന്നെ അവൻ വിറ്റ് കിടക്കുകയാണ്, ഇങ്ങനെ ചാരായം ഹോൾസെയിലായിട്ട് കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അവൻ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ അപ്പോൾ കുറേ അകലെ പോലീസ് ഇപ്പോൾ കൊണ്ടിട്ട് റെയ്ഡിന് പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും നായ്ക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ടോർച്ച് അടിച്ചൊക്കെ വരുന്നുണ്ട്, നായ്ക്കൾ കുറയ്ക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ അതിൻ്റെ വഴി വിട്ട് പോകും. അപ്പോൾ അതുപോലെ ടോർച്ച് അടിച്ച് വന്നാലും ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും സ്റ്റോക്കിംഗ് ഫീറ്റ് എന്നാണ് പറയുക. നമ്മൾ ഷൂ ഊരിയിട്ടിട്ട് ടോർച്ച് ഏറ്റവും മുന്നിലോ പുറകിലോ നിൽക്കുന്ന ആൾ ഡ്രസ്സിനോട് ചേർത്ത് വളരെ മിന്നി രീതിയിൽ ഒച്ച ഉണ്ടാക്കാണ്ട് വന്ന് അങ്ങനെയൊക്കെയാണ് റെഡി ചെയ്യുക. അവനൊരു വീട്ടിൽ വന്ന് കയറി. അപ്പോൾ ചെത്തി തയ്ക്കാത്തൊരു വീടാണ്, ഒരു ടെറസ് വീടാണ്. വീട്ടിൽ ആരും ഇല്ല എന്ന് നോക്കിയപ്പോൾ ഒരു മുറിയിൽ ഒരു അമ്മ ഇരുന്ന് രാമായണം വായിക്കുന്നു. അങ്ങനെ രാമായണം വായിക്കണ മാസമാണെന്ന് തോന്നുന്നു, കർക്കിടക മാസം മറ്റായിരുന്നുകൊണ്ട്. അപ്പോൾ അമ്മ ചെയ്തൊരു ധിക്കാരം എന്താ വെച്ചാൽ പോലീസ് വരുന്ന കണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റില്ല. പോലീസ് അകത്ത് കയറി ഇത്ര ആൾക്കാർ വീട് വളഞ്ഞു ഇത്രയും ഇതൊക്കെ പറഞ്ഞു. അമ്മ ഈ രാമ 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 എന്ന് പറഞ്ഞിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പോയതിൽ ഞങ്ങളുടെ സ്ക്വാഡിലെ പോലീസുകാർക്ക് തീരെ തോന്നിച്ചില്ല. ആ ഒരു പോലീസുകാരനായാലും ഹീറോ ആയിട്ടുള്ളൊരു സ്ക്വാഡുകാരനുണ്ട്. അയാൾ ചെയ്ത പണി എന്താ വെച്ചാൽ കാലുകൊണ്ട് ഈ ചിമ്മിണി വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഇത് വായിക്കുന്നത്. ആ ചിമ്മിണി വിളക്കടക്കം രാമായണ പുസ്തകടക്കം കാലോൻ്റെ ഒറ്റ അടിയാണ് ആകാശത്ത്. അപ്പോൾ ആ അടിക്കുമ്പോൾ ആ അമ്മയുടെ ഒരു ഇങ്ങനെ പകച്ചൊരു മുഖമുണ്ട്. അതിപ്പോഴും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ആ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പോലീസിങ്ങും ഇങ്ങനൊരു ഭീകരതയും ഇതാണ്. അമ്മയുടെ കൈ തൊട്ട് പിടിച്ചു. ഒന്നും പറയാൻ പറ്റില്ല, കാരണം എൻ്റെ പോലീസുകാർ ചെയ്തത് തെറ്റാണ് അങ്ങനൊന്നും പറയുന്നതല്ല. പോലീസിൻ്റെ റെയ്ഡും ആക്ഷൻ സമയമൊന്നും വെറുതെ അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ മുഖത്തൊന്ന് നോക്കി. പിന്നെ ഞാൻ പോയി അമ്മയുടെ അടുത്തൊരു ദിവസം. കാരണം മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ചില സമയത്ത് നമുക്ക് ആക്ഷൻ എടുക്കേണ്ട സമയമുണ്ട്. ഇതുപോലെ ഒരു പ്രതി അവനിതുപോലെ കുറേ കേസിൽ പിടികിട്ടാ പുള്ളിയാണ്. അവൻ എന്നും വീട്ടിൽ വരുന്നുണ്ട് നമുക്ക് വിവരറിയുണ്ട്. പക്ഷേ പോലീസ് ഏത് സമയത്തും ഇവൻ്റെ വീട്ടിൽ ചെന്നാലും ഇവന് കിട്ടില്ല. അപ്പോൾ അവൻ്റെ വീട്ടിൽ കുറേ നായ്ക്കൾ, ഒരു തത്തമ്മയുണ്ട്. എവിടെ നിന്ന് ആര് വന്നാലും ഇവർ സിഗ്നൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് തൊട്ടപ്പുറത്ത് വാഴത്തോട്ടമുണ്ട്. അവർ വാഴപ്പണ എന്നാണ് അവിടെയൊക്കെ അതിന് പറയാം. വാഴപ്പണ വഴി നമ്മൾ കയറി എന്തായാലും പിടിച്ചു. അവൻ ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞു, അയൽവാസികൾ പറഞ്ഞു അവൻ അവിടെ ഉണ്ട്, അവനെ കണ്ടു, അവൻ നടന്ന് വരുന്നു കണ്ടു. അപ്പോൾ ആരോ പറഞ്ഞു ഇവൻ ടെറസിൻ്റെ മുകളിലാണ് കയറി കിടക്കുന്നത്, അതാണ് നിങ്ങൾ നോക്കിയിട്ട് കാണാത്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ വെച്ച് കോഡീസൊക്കെ വെച്ച് മുകളിൽ നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല.
എന്നിട്ട് വെറുതെ നമ്മളൊന്ന് നോക്ക് ചെയ്തു വാതിലുമ്മ. അപ്പോൾ ഒന്നും മിണ്ടില്ല. കുറച്ച് കഴിഞ്ഞ് ജനലിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നോക്കുമ്പോൾ ഇവനുണ്ട് ഇതിനകത്ത്. ഇവൻ്റെ ഭാര്യയുണ്ട്, ഇവൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ വാതിൽക്ക് വിട്ടിട്ട് ഭാര്യയോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളൊരു വേറൊരു മുറിയിലേക്ക് മാറ്, അവനോട് പുറത്തേക്ക് ഇറക്ക്. ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, വേറെ ദേഹോപദ്രവമൊന്നും ഏൽപ്പിക്കില്ല, ഞങ്ങൾക്ക് കൊണ്ടുപോയാൽ മതിയാവും. അപ്പോൾ ഫ്രണ്ടിൽ ഒരു എസ് ഐയും പാർട്ടിയും നിൽക്കുന്നുണ്ട്, ബാക്കിലും ഒരു എസ് ഐയും പാർട്ടിയും നിൽക്കുന്നുണ്ട്. ഞാനടക്കം എനിക്ക് തോന്നുന്നൊരു 10-14 പേരുണ്ട്. അപ്പോൾ അവസാനം പറഞ്ഞു, ബാക്കിലെ വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കുകയാണ്. ഫ്രണ്ടിൽ നിൽക്കുന്ന എസ് ഐയോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അവിടെ വാതിൽ തുറക്കരുത്. ഇതൊക്കെ സംഭവിച്ച് നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നതാണ്. അവൻ എന്താ കേട്ടതെന്ന് എനിക്കറിയില്ല. ബാക്കിൽ വാതിൽ ചവിട്ടി പിടിച്ചു. ഇവൻ വെട്ടുത്തിയേറ്റാണ് നിൽക്കണം ഇതിനകത്ത്. അപ്പോൾ നമ്മൾ റിവോൾവർ ഉണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ലോഡൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നമ്മൾ മാൻ പവർ ഉണ്ട്, നമുക്ക് അവനെ ഓവർ പവർ ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കിക്ക് കൊടുത്ത് താഴെ ഇടാവുന്നേ ഉള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ കാണുന്നതെന്ന് അറിയോ, ആ ഫ്രണ്ടിലെ വാതില തുറന്നിട്ടുണ്ട് ഇതിന് പോലീസ്. ഞാൻ തുറക്കണ്ടെന്ന് പറഞ്ഞത് ഇവൻ തുറക്കാമെന്നാണോ കേട്ടതെന്ന് അറിയില്ല. പോലീസുകാർ പറഞ്ഞു അവരൊക്കെ കേട്ടിട്ടുണ്ട് തുറക്കണ്ടെന്ന് പറഞ്ഞത്. അത് ആ എസ് ഐ ഇവന് വേണ്ടിയിട്ട് ഇവനെ രക്ഷിക്കാൻ വേണ്ടി തുറന്നു നടത്താണ്. ഇത് രണ്ടും ഇപ്പോഴും അറിയില്ല. അവൻ പുറത്തേക്ക് അടി, അപ്പുറത്തേക്ക്. അവിടെ നിന്നിരുന്ന ഒരു ഡ്രൈവർ ഒരു പോലീസുകാരനാണ്, വെച്ച് കൊടുത്തൊരു വെട്ട്. ഒരു പോലീസുകാരൻ്റെ കൈ ഇങ്ങനെ തൂങ്ങി, അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു ഡ്രൈവറുടെ കൈ തൂങ്ങി. അത് കഴിഞ്ഞ് അവനിങ്ങനെ വെട്ടും ചോരയും ചേർത്തോടുകൂടി പോലീസ് ആകെ പായിച്ചു പോയി. ഇവൻ ഓട് പോലും ചെയ്യണില്ലേ, അവൻ പതുക്കെ നടന്ന് ആ വാഴത്തോട്ടത്തേക്ക് ഓടെയാണ് പോയി. അവനെയാണ് ഞാൻ ആ കഴിഞ്ഞ കോടതിയിലെടുത്തിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ശാപം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിലെ പ്രതി. അവനെ നിക്നെയിമിൽ അറിയപ്പെടുക. അതാണ് റെയ്ഡ് ചെയ്യുമ്പോൾ പിന്നീട് പിടികൂടി. വേറെ ആ കേസിലും ശിക്ഷിക്കുന്നതിനിടയിൽ അവന് തിരുവനന്തപുരത്ത് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ വാച്ച്മാനെ വെട്ടിക്കൊന്നിട്ട് കമ്പ്യൂട്ടർ അടിച്ചുകൊണ്ട് പോയി, ഇവൻ്റെ ടീം തന്നെ. അതിലവന് മരണം വരെ ജീവപര്യന്തം കിട്ടി. ഇപ്പം ജയിലിലാണ്. ഇപ്പം പുറത്തൊന്നും അറിയില്ല, അന്ന് ജയിലിലാണ്. ഇങ്ങനെ ഈ പോലീസുകാരെ ഈ ആക്രമിക്കുന്ന പ്രതികളെ പോലീസ് പിടികൂടുമ്പോൾ അവരുടെ കൈക്കരുത്ത് തീർക്കുന്നതായിട്ടൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടൊക്കെ നേരത്തെയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴൊക്കെ വളരെ സോഫ്റ്റ് പെഡലിംഗ് ആണ്. എന്നാലും അവനവന് വേദനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാമെന്നല്ലാതെ പേടിച്ചാണ് കഴിയുന്നത് പോലീസ്. കാരണം പണ്ട് നമ്മൾ തമാശയ്ക്ക് പറയും, നീ ഒന്നുകൊണ്ടും ധൈര്യപ്പെടണ്ട. പോലീസിലത്തെ അവസ്ഥയാണ്, നീ ഒന്നുകൊണ്ടും ധൈര്യപ്പെടണ്ട, എന്ത് വന്നാലും നീ തന്നെ വഹിക്കുക. രണ്ട് തിരിച്ചാണ് നമ്മൾ പറയാം. പേടിക്കണ്ട. അതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനൊരു കുന്നംകുളത്തൊരു പെരുന്നാൾ, അവിടുത്തെ ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു പോലീസുകാരനെ കണ്ടപ്പോൾ കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ പറയാ, സാറേ അടുപ്പട്ടിക്കൊന്ന് വളരെ ഇതായിരുന്നു, പേടിച്ചിട്ട് സാറേ ഞങ്ങൾ പെരുന്നാൾ പറമ്പിൽ നിൽക്കുന്നത്. കാരണം എല്ലാവരും മദ്യപിച്ച് ബഹളമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പണ്ട് ആകാശത്തേക്കെങ്കിലും വെടിവെക്കാൻ ധൈര്യം കാണിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഒരു സ്ഥലത്ത് ആകാശത്തേക്ക് വെടി. പണ്ടൊക്കെ നേരെയും വെടിവെക്കും, ആകാശത്തേക്ക് വെടിവെക്കുമായിരുന്നു. ഇപ്പോൾ തോക്കൊരു അലങ്കാരമാണ് പോലീസ്. ഈ തോക്ക് ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും മാർഗനിർദ്ദേശമുണ്ടോ? ഇല്ല, സെൽഫ് പ്രൊട്ടക്ഷൻ തന്നെയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ എന്താണ് ഇത്തരത്തിൽ ഇത്ര കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഉടനടി എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ കാസർഗോഡത്തൊരു SP ഒരു ലീഗിൻ്റെ മാർച്ച് വരുമായിരുന്നു, യൂത്ത് ലീഗിൻ്റെ മാർച്ച്. അത് വന്ന് ഉന്തി തള്ളി SP ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഒരുത്തം വന്ന് നേരെ SP കോളറിലെ കയറി പിടിച്ചു. SP ഒന്നും ആലോചിക്കാൻ പോയില്ല, ഗവൺമെൻറ് ഇതിന്ന് പൗച്ചിൽ നിന്ന് ലോഡഡ് റിവോൾവർ എടുത്ത് പോയിന്റ് ബ്ലാങ്കിൽ ഫയർ ചെയ്തു, അവിടെ മരിച്ചു വീണു. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ SP CBI കേസിലെ പ്രതിയായിട്ട് കിട്ടുന്ന നടക്കുകയാണ്. അതിലെന്തായാലും എനിക്കറിയില്ല. അതാണ് അവസ്ഥ വരിക. അതായത് ഇതിൻ്റെ കോൺസിക്വൻസ്, പണ്ട് കുറേ നല്ല ലീഡേഴ്സ് ഉണ്ടായിരുന്നു, കുറേ നല്ല DGPമാർ, പല IPS ഉദ്യോഗസ്ഥന്മാരും പണ്ടൊക്കെ അവർ പറഞ്ഞതിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് പറയില്ല, പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു, കവർ ചെയ്യുമായിരുന്നു. അത് ആ SI അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും സാർ. ഇതാണ് അതിൻ്റെ കാരണം. അയാൾ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറുള്ള, അതിനുള്ള ആംബിയറുള്ള ആൾക്കാരുണ്ടായിരുന്നു. മറ്റൊരു പ്രഷർ വന്ന് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയും എല്ലാം കൂടി വന്ന് ഒരുപാട് സൈബർ അറ്റാക്കുകളും വന്ന് ആരും അവനവൻ്റെ നിലനിൽപ്പ് കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു ജോലി എന്ന അർത്ഥത്തിൽ മാത്രമാണ് കേരള പോലീസിൽ ഇപ്പോൾ പോകുന്നത്. ഒരു ജോലി, 1-ാം തീയതി ശമ്പളം കിട്ടുന്ന എത്രയോ പേര് VRS എഴുതി കൊടുത്തിരിക്കുന്നു. ജോലി സമ്മർദ്ദം ഒരുപാട്. കാരണം ഐസൊലേഷൻ സിൻഡ്രോം എന്ന് പറയും, നമ്മൾ ഒറ്റയായി എന്നുള്ളത്. കാരണം വീട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. കാരണം കാലത്ത് 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നവരാണ്. പണ്ട് പോലീസുകാരോട് ചോദിക്കും, അച്ഛനെന്താ ജോലി എന്ന്. അച്ഛന് ഷേവ് ചെയ്യില്ലെന്ന് പറയും, ബാർബർ പണിയെന്ന്. കാരണം മോൻ കണ്ണൂർ നോക്കുമ്പോൾ അച്ഛൻ
ഷേവ് ചെയ്യാണ്. അല്ലെങ്കിൽ മോൻ എന്തോരായിരുന്നു ഇത്രയുണ്ടെന്ന് പറയും മോൻ. കാരണം കിടന്ന് ഉറങ്ങണം കണ്ടിട്ടുള്ളൂ, നിവർന്ന് തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് കാരണം ഒരു ക്ലിപ്തില്ല, എത്ര മണിക്ക് ജോലി അവസാനിക്കുന്ന യാതൊരു ഇപ്പോഴും ഇല്ല. അപ്പോൾ ഏതോ സമയത്ത് വരുന്നു, അത് അവരെ കെയർ ചെയ്യാൻ പറ്റാതെ പോകുന്ന. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കൊച്ചുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാലും അവിടെ ഒരു ടൈമിലി ആയിട്ടൊരു അച്ഛനെന്ന റോള് അല്ലെങ്കിൽ ഒരു പാരൻ്റ് എന്ന റോള് വഹിക്കാൻ കഴിയാതെ വരുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ 5 മിനിറ്റ് നേരം വൈകി കഴിഞ്ഞ് വന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് ഫയൽ എഴുതിയിട്ട് അത് ശരിയല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ടോ ഈ മറ്റുള്ള ആളുടെ മേലുദ്യോഗസ്ഥനായാലും ആരായാലും അവരിൽ നിന്ന് കേൾക്കുന്ന മറ്റുള്ളവരുടെ മുന്നിൽ കേൾക്കുന്ന ഹരാസ്മെൻറ്റ്. പിന്നെ ഇതൊക്കെയിലുപരി രാവിലെ 8 മണിക്ക് സാട്ട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. കേരള പോലീസ് അത് നിർത്തിയാൽ 50% നേരെയാവും. ആക്ഷൻ ഹീറോ ബിജുവിൽ കേൾക്കാം, അത് സംസാരിക്കാട്ടില്ലേ. കാലത്ത് 8 മണിക്ക് SP ജില്ലാ പോലീസ് മേധാവി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചിട്ട് തലേദിവസത്തെ ക്രൈംസിൻ്റെയും ലോ ആൻഡ് ഓർഡറിൻ്റെയും റിവ്യൂ ചോദിക്കുന്നതാണ്. ഇന്നലെ എത്ര കളവേഴ്സ് ഉണ്ടായിരുന്നു, എത്ര പെറ്റി കേസ് പിടിച്ചു, എത്ര സുവോമോട്ടോ കേസ് പിടിച്ചു, ഇപ്പോഴത്തെ പെൻഡൻസി എത്രയാണ്, കഴിഞ്ഞ മാസം എത്രയായിരുന്നു പെൻഡൻസി, ഇതിങ്ങനെ ഓരോ SHOമാരോടും ചോദിക്കും. അപ്പോൾ ഈ SPയുടെ മനോഗത അനുസരിച്ച് അന്ന് അയാൾ വീട്ടിലെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും മോശം മൂഡായിട്ട് വരുന്നതാണെങ്കിൽ ആ മൂഡ് ചിലപ്പോൾ കാണിക്കുന്നത് ഇവരടുത്തായിരിക്കും. അപ്പോൾ ഇവരെടുത്ത് എന്തെങ്കിലും തരത്തിൽ ശാസിച്ചു കഴിഞ്ഞാൽ ഇത് ആരൊക്കെ കേൾക്കുന്നറിയോ? ഈ ജില്ലയിലെ മുഴുവനും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേൾക്കും, ആ സ്റ്റേഷനിലെ പാറാവുകാരൻ കേൾക്കും, സ്റ്റേഷനിലെ ഡ്രൈവർ കേൾക്കും, വയർലെസ് ഉള്ളകാരൻ കേൾക്കും. ഇതാണ് രാവിലെ 8 മണിക്ക് തന്നെ കിട്ടുന്ന ഇത്. ട്രാൻസ്ഫേർഡ് അഗ്രഷൻ എന്നാണ് സൈക്കോളജി പറയുക. ഒരാൾക്ക് കിട്ടുന്ന ദേഷ്യം വേറെ ആളിലേക്ക് പകരുന്നതാണ് ഈ ട്രാൻസ്ഫേർഡ് അഗ്രഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാഡ് മൂഡ് ആണെങ്കിൽ ആ മൂഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെവിടേക്കാണ് പോവുക? പരാതി കൊണ്ടുവരുന്ന അവനോടും ലീവ് ചോദിച്ചു വരുന്ന പോലീസുകാരനോടും, സാറേ എൻ്റെ നിങ്ങൾക്ക് ഇത് തന്നെ പണി, വേറെ കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾ ലീവ് എടുത്ത് പോയേ, ഇത് പറയുന്നത് ഇത് നിൽക്കണതല്ല ഇതിനകത്ത്. ഈ സംഭവം ഇത് ഈ മുനിസിപ്പാലിറ്റികളിലൊക്കെ സൈറനുണ്ട്, അതിപ്പോൾ നിർത്തി ഈയിടെ. 6 മണിക്ക് 4 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സൈറനടിക്കും നാട്ടുമ്പുറത്ത് സമയം അറിയിക്കാൻ. അതുപോലെ ഈ മൊബൈലും മറ്റ് ഇതുകളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, ചുരുങ്ങിയതൊരു 30 കൊല്ലെങ്കിലും മുമ്പ്, അന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംവിധാനം ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയ സംഭവമാണിത്. ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് മുമ്പ് DSPനെ വിളിച്ച് CI എല്ലാ കാര്യങ്ങളും പറയും തലേദിവസത്തെ. അതിന് മുമ്പ് SI ആണ് താരുന്നുണ്ടെങ്കിൽ SI വിളിച്ച് പറയും. DSP 7:30 ആകുമ്പോഴേക്ക് 8 മണിക്ക് അടക്കം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എന്തെല്ലാം ക്രൈം ഉണ്ടെന്നോ എന്തെല്ലാം പെൻഡൻസി ഉണ്ടെന്നോ എവിടെ സ്റ്റേഷൻ മാർച്ച് ഉണ്ടെന്നോ എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഈ ആചാരത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് ആ ഒരു പെർഫോമ ക്വസ്റ്റ്യനെയറുണ്ട്, എത്ര പെറ്റി കേസും അതുപോലെ തന്നെ കേസുകൾ എണ്ണം കുറയ്ക്കണം. ചില കേസുകൾ പ്രതികളെ മുഴുവൻ കിട്ടാണ്ട് കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര നാളായി വെച്ചുകൊണ്ടിരിക്കണം, എന്താ അറസ്റ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ IPS ഉദ്യോഗസ്ഥന്മാരാരും കോടതി പോകുന്നില്ല, അവരാരും ഒരു ട്രയലും ഫേസ് ചെയ്യുന്നില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഒരു കൊലക്കേസ് അവർ അന്വേഷിക്കുന്നില്ല. പത്രത്തിൽ കാണും സ്വർണ്ണപ്പുള്ള കേസ് ഇന്ന ആളാണ് അന്വേഷിക്കുന്നത്, പക്ഷെ ഡയറി മുഴുവൻ എഴുതുന്നത് ശശിധരനാണ്, SP ആണ്. അവിടെ വരെയുള്ളൂ. IPS ഉദ്യോഗസ്ഥന്മാരാരും. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ഈ കോടതികളിൽ നിന്ന് വരുന്ന നമ്മൾ ഏത് കേസുകളും നമ്മൾ ആദ്യം ആലോചിക്കുക കോടതിയിൽ പോയിട്ട് ഇത് എങ്ങനെ വരാമെന്നാണ്. കോടതിയിൽ ഇത് എങ്ങനെ ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക, അവിടെ എന്താണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സാധാരണ ഇവർക്ക് ആ ചിന്തയില്ല. എന്തുകൊണ്ടാണ് നമ്മളെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, സിസ്റ്റം മാറിയേ മതിയാവും. IPS ഉദ്യോഗസ്ഥന്മാർക്ക് അത്യാവശ്യം നല്ല ഒരു സീരിയസ് ക്രൈംസ്, വളരെ എന്താ പറയുക വലിയ എന്താ പറയുക ഒരുപാട് കഞ്ചാവ് അല്ലെങ്കിൽ ഒരുപാട് സൈബറായിട്ടുള്ള കേസുകൾ, വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, അല്ലെങ്കിൽ തെളിയിക്കാത്ത വലിയ അങ്ങനത്തെ തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അതൊക്കെ IPS ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്താൽ കോടതിയിൽ തന്നെ വരുമ്പോൾ അവർക്ക് വലിയ മാർക്കാണ്. ഇന്ന ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ അത് ഇവരിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇത് വളരെ എളുപ്പമാണല്ലോ. കോടതിയിൽ പോയിട്ട് ഹൈക്കോടതി വിളിപ്പിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ആ ഒരു മാറ്റമാണ് കേരളത്തിൽ അടിയന്തരമായിട്ട്. ശരിക്കും കേരള പോലീസിൻ്റെ ശരിയായ പ്രശ്നം എന്താണെന്ന്, കാര്യം ഇതൊക്കെ മാനസിക സമ്മർദ്ദം വന്നിട്ട് ആത്മഹത്യകൾ 500 കണ്ടായി ഇപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. മാളസി എൻ്റെ നാട്ടിലടുത്താണ്, അയാൾ 2 ദിവസം മുമ്പ് രാജേഷ് എൻ്റെ ട്രെയിനിയാണ് പോലീസ് അക്കാദമിയിൽ. അതിൻ്റെ പിറ്റേ ദിവസം ഗുരുവായൂർ ആലപ്പുഴ ഒരു SI വന്ന് അവിടെ വന്ന് സൂയിസൈഡ് ചെയ്തു. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയാൻ കഴിയില്ല, കാരണം അവരുടെ മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥം കൊടുക്കുന്നത് മാത്രമല്ല. അപ്പോൾ ഈ സാട്ട പോലത്തെയും ഇതുപോലത്തെ പോലീസിങ്ങിൻ്റെ രീതികൾ, അതുപോലെ ട്രെയിനിങ്ങുകൾ, പോലീസിൻ്റെ ട്രെയിനിങ് ബേസിക് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഉള്ള സമയം മുഴുവൻ ഗ്രൗണ്ടിലാണ്, ഉള്ള സമയം ഇപ്പോൾ ധരവോട് നോക്കി പിടിച്ചിട്ടുള്ള ഇതുപോലാണ്. പക്ഷേ അവർ സർവീസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഒരു SI പരേഡ് ചെയ്യണ്ട. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു കൊല്ലം അവരെ കൊണ്ട് പരേഡ് ചോട്ടിക്കുന്നത്. ആ പരേഡ് എടുക്കണ്ട. അപ്പോൾ ആ സമയത്ത് അവന് ഈ എന്താ പറയുക സെൽഫ് ആർമഡ് ആയിട്ടുള്ള ജൂഡോ പോലെയുള്ളതുകൾ, കാരണം പോലീസുകാർ ഇന്ന് പറയുന്നുണ്ട് എവിടെയെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ കത്തി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ
സാർ ഒരു ബംഗാളി കത്തി പിടിച്ചിരിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ ഓവർപ്പോയെന്ന് അറിയില്ല. ട്രെയിനിങ് പീരീഡിൽ ആകെ കൂടി ഒരു മാസത്തെ ഒരു 2 തായ്ക്കൊണ്ടയോ അല്ലെങ്കിൽ കരാട്ടയുടെ കുറച്ച് ട്രാൻസ്ഫർ ഇത് വെച്ചിട്ടൊന്നും ഒരാളെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങി ഇൻഡോർ ക്ലാസ്സുകളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഒരുപാട് പരിഷ്കരിക്കാറുണ്ട് കേരള പോലീസ്. സാർ അതുപോലെ തന്നെ ഈ 30 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇപ്പോൾ പോലീസ് അക്കാഡമിയിൽ ഒരു അധ്യാപകനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അക്കാഡമിയിൽ ഒരു പുതുതായിട്ട് പോലീസ് സേനയിൽ ചേരാനായിട്ട് താല്പര്യപ്പെട്ട് വരുന്ന ഒരാൾക്കുള്ള ഒരു ദൈനംദിനം അത് എത്ര നാൾ നീണ്ടു പോകുന്നതാണ്, അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമല്ല, സർവീസിലുള്ളപ്പോൾ തന്നെ അവിടുത്തെ അക്കാദമി ആരംഭിച്ച കാലം മുതൽ, അതായത് 2003 2004 കാലഘട്ടത്തിൽ ഞാൻ അക്കാദമി വന്നതാണ്. രാമവർമ്മൂർ. കാരണം അന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വലിയൊരു പോലീസ് ആക്ഷനിൽ പങ്കെടുത്തിട്ട് ഞാനും DSP അടക്കമുള്ള ഒരുപാട് ആൾക്കാർക്ക് സസ്പെൻഷൻ കിട്ടിയ സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കിള്ളി സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ലോക്കലിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറായിരുന്നു അവിടെ നിന്ന് ഡയറക്ടർ, എൻ്റെ പഴയ SP. അപ്പോൾ സാറോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കുറേ കാലമായി തൃശ്ശൂർക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന്. നിങ്ങളെങ്കിൽ അറിയാമോ, നിങ്ങൾ പഴയ അധ്യാപകനല്ലേ, വേഗം ഒരു കടലാസുകൾ എഴുതി അയക്കി. അങ്ങനെ എനിക്ക് അക്കാദമിയിൽ ഇത് കിട്ടിയതാണ്. CAT ഞാൻ വന്നതാണ്. അപ്പോൾ കേരള പോലീസ് അക്കാദമിയിൽ ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് വരെ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിനു മുമ്പുള്ള പാസിങ്ങായിട്ട് വരുമ്പോൾ ഞാൻ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ 125 ആളെ മറ്റാണ് പാസിംഗ് ഔട്ട് ചെയ്ത് പോകുന്നത്. അതിൽ 48 പേര് ബിടെക്കുകാരാണ്, എൻജിനീയേഴ്സാണ്. ഒക്കെ അതുപോലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പോലീസിൽ വരുന്നത്. പക്ഷെ ഇവിടെ പോലീസിൽ വന്ന് ഈ സ്റ്റേഷനിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യത്തിന് ഇപ്പോൾ അവർ SHOമാരെ SIമാരാക്കുന്നത് ഏറ്റവും നല്ല തീരുമാനമാണ് അത്. അല്ലെങ്കിൽ ഇവരവിടെ ചെന്ന മറ്റേ 1 among the SI ആവും. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കുറവായി. മറ്റെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ പ്രസരിപ്പോട് കൂടി നേരെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഇതുണ്ടാവും. CA ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുട്ടി LKG ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരൻ വരട്ടി കഴിഞ്ഞാൽ അവന് വിഷമായി, ജില്ല വിട്ട് പോയാൽ അങ്ങനെ കുടുംബം വിട്ട് പോയാൽ അപ്പോൾ അവൻ വയബിൾ ആവുകയാണ്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും അവരോട് ഒരിക്കലും SI ആൻഡ് എബോവ് ഉള്ള ആൾക്കാരോട് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഇല്ല. മറ്റേതിനകത്തും പല സ്ഥലത്തും നിങ്ങൾക്കൊരു 3 ഓപ്ഷൻ തരാൻ പറയും. നിങ്ങൾക്കൊരു 3 കൊല്ലം കഴിയുമ്പോൾ ഒരു 3 ഓപ്ഷൻ, പണിഷ്മെൻറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു 3 കൊല്ലം കഴിഞ്ഞു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അയാൾക്ക് ഒരു ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ചോദിക്കുക. ആ ഒരു സിസ്റ്റം ഇല്ല SI തൊട്ട് മുകളിൽ. അപ്പോൾ ഒരു CA to DYSP ആയി. പിടിപാട് എവിടെയൊന്നും ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവനെടുത്ത് നേരെ കണ്ണൂർക്ക് പോസ്റ്റ് ചെയ്താൽ തിരിച്ച് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് അവന് വേണ്ടി നിവർത്തിച്ചു കൊടുക്കാൻ ഒരു സംവിധാനം പോലീസിലില്ല. നേരം മറിച്ചപ്പോൾ കണ്ണൂർക്കാർ ഇവിടെ ഉണ്ടാവും, മ്യൂച്വലി ഈ പരിപാടി ഒന്നും പോലീസിലില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്സൊക്കെ വലിയൊരു രീതിയിൽ പോലീസിൻ്റെ ഈ മുരടിപ്പിൻ്റെ കുടുംബമൊക്കെ ബന്ധം വിടില്ലേ ഇത്രയും അകലം എന്നൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഒരു വളരെ കാര്യമായിട്ടുള്ള ഉടച്ചുവാർക്കൽ തന്നാൽ മാത്രമേ ഈ പോലീസ് സിസ്റ്റം ഭേദമാവുള്ളൂ. ഈ അക്കാഡമിയിലെ ഒരു ദിനചര്യ ദിനചര്യ എന്ന് പറഞ്ഞാൽ ഒരു 6:30 ആകുമ്പോൾ അവരൊക്കെ ഗ്രൗണ്ടിൽ വരും. ഗ്രൗണ്ടിൽ വന്നാൽ ആദ്യം ഒരു 4 റൗണ്ട് ഓടിക്കും. അവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് PT ഡ്രസ്സ് എന്നാണ് പറയുക, ട്രൗസറും ഈ ഇതൊക്കെ ആയിട്ടുള്ള ഡ്രസ്സ് വെച്ച്, ബനിയനാണ്, വെള്ള ബനിയൻ വെള്ള ട്രൗസർ. അത് വെച്ച് 4 റൗണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 2-3 കിലോമീറ്ററായി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ PT ഒരു 3 മണിക്കൂറോളം, ഇതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവാം, 3 മണിക്കൂറോളം ഈ PT ഇതാണ് നമ്മൾ ട്രെയിനിങ്. അത് കൈ ഇങ്ങനെ കാണിച്ചിട്ട് കണ്ടിട്ടില്ലേ, ഈ വേറെ ഒന്നും ഇല്ലാണ്ടുള്ള ഡ്രില്ലുകളാണ് ഇതിനകത്ത്. RTC 1 to 6 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള PT. അത് കഴിഞ്ഞ് പിന്നെ ആദ്യത്തെ കുറച്ച് ആളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംസ് എടുക്കാൻ തുടങ്ങും. ആംസ് വെച്ചിട്ട് ഉള്ള പരേഡ്. അത് കഴിഞ്ഞാൽ ലത്തി മാത്രം എടുത്തിട്ടുള്ള പരേഡ്. ഇത് ഏകദേശം ഒരു 8 മണി വരെ, 8-8:30 പോലീസുകാർക്ക് 8:30 ഇവർക്ക് 8 മണിയോട് കൂടി. അപ്പോൾ 6 തൊട്ട് 8 മണി വരെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ്. അത് കഴിഞ്ഞ് നേരെ ബാരക്കിൽ വന്ന് ഇത് കഴിഞ്ഞാൽ 9:30-9:45 ആകുമ്പോൾ ഇൻഡോർ ക്ലാസ്സുകൾ. അപ്പോൾ മിക്കവാറും എന്താ പറ്റുക വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ പിഴിഞ്ഞൊരു പരിവാക്കി ഒരു കുളിയും വയറ് കറച്ച് ഭക്ഷണവും കഴിച്ച് ഇവിടെ വന്ന് ഫാനിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ AC ഉള്ള ഹാളിൽ വന്നിരുന്ന ഇറങ്ങി പോകും. ഇവിടെ സീരിയസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ തട്ടുകടക്കി കുത്തുകൊടുത്ത പോലെ ഇങ്ങനെ നിൽക്കുകയായിരിക്കും ഓരോരുത്തർ. അപ്പോൾ എന്തെങ്കിലും ക്ലാസ് എടുത്ത് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടു. കാരണം ഈ ക്ലാസ് എടുത്ത് പരിചയമുള്ളവരാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിരി കൊടുക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ലൈവായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ 1-2 ആൾക്കാർ ഇങ്ങനെ ഉറങ്ങി തോന്നുകയാണെങ്കിൽ വെച്ചിട്ട് പോയി മോൻ കഴി വരാൻ പറയുക, ചീത്ത പറയാണ്ട് പോയി കഴിയുക. അങ്ങനെ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പേര് ഇങ്ങനെ കെട്ടി അമർന്ന് ഇരുന്ന് പറഞ്ഞു. ഇവരെ ഇതിലാണ് ഇവർക്ക് പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു പരീക്ഷകൾ, ടേമിലി എക്സാംസൊക്കെ ഉണ്ട്.
ഫൈനലാകുമ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ പരീക്ഷ പാസ്സാവണം, നിർബന്ധമായിട്ടും പാസ്സാവണം. ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, മറ്റ് മോട്ടോർ വെഹിക്കിൾ ആക്റ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ ഫയറിംഗ് റേഞ്ചിൽ പോയിട്ട് അതിൽ ടെസ്റ്റ് ഉണ്ട്. സ്വിമ്മിങ് അത് ഇത് ചെയ്യും. ഡ്രൈവിങ് ഇതൊക്കെ അവിടുന്ന് ലൈസൻസ് എടുത്ത് തന്നെ അവിടുന്ന് കൊടുക്കും. ഉച്ചതിരിഞ്ഞ് ഒരു ക്ലാസ്സുകൾ ഒരു 1:30-1:45 കൂടി അവസാനിക്കും. കഴിഞ്ഞ് വീണ്ടും 3:30 വീണ്ടും ഗ്രൗണ്ടിൽ ഉച്ചതിരിഞ്ഞ് അത് വീണ്ടും തോക്കെടുത്തിട്ടുള്ള ഈ പരേഡുകളും ഈ ഇതുകളൊക്കെ തന്നെ. PT ഉണ്ടാവില്ല എന്ന് മാത്രം. ഈ തോക്കെടുത്തിട്ടുള്ള പ്രാക്ടീസുകളുണ്ടാവും. 4:30-4:45 കൂടി അതുവരെ നല്ല പൊരി വെയിലായിരിക്കും ഗ്രൗണ്ടിൽ. അത് അവിടെ തന്നെ വെളുത്തവനൊക്കെ തിരിച്ചു വരുമ്പോൾ തിരിച്ചറിയാത്ത രീതിയിലാവും വെയിൽ. അത് കഴിഞ്ഞ് 4:30-4:45 കഴിഞ്ഞ് ഗെയിംസ് ഉണ്ട് 1 മണിക്കൂറോളം, വോളിയോ അല്ലെങ്കിൽ ഫുട്ബോൾ എന്തെങ്കിലും. അത് കഴിഞ്ഞ് വീണ്ടും 6:30 കൂടി ബാരക്കിൽ വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ഇവിടെ നിങ്ങൾ ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത കണ്ടില്ലേ, മൊബൈലിൽ കണ്ടില്ലേ? എവിടെ മൊബൈൽ നോക്കാൻ നേരം സാർ, 8-8:30 ആകുമ്പോഴേക്കും കുഴഞ്ഞ് ഉറങ്ങിപ്പോകും. എന്തായാലും ഒരു നല്ല രീതിയിൽ ഈ പാറ്റേൺ ഒന്ന് മാറ്റണമെന്ന് മാത്രമല്ല, സിലബസ് ഈ പഴയ രീതിയിലുള്ളതൊക്കെ മാറ്റണമെന്ന് മാത്രം.